സ്വിറ്റ്സർലാൻഡിലെ ദാവോസിൽ ലോക സാമ്പത്തിക ഫോറത്തിനിടെ നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടയുമായി നടത്തിയ നിർണായക ചർച്ചയ്ക്ക് പിന്നാലെ ഗ്രീൻലൻഡിനും ആർട്ടിക് മേഖലയ്ക്കും വേണ്ടി ഒരു ഭാവി കരാറിന്റെ രൂപരേഖ തയ്യാറാക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. ഗ്രീൻലാൻഡിന്റെ ചില ഭാഗങ്ങൾ അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങൾ നിർമ്മിക്കാനായി ഡെൻമാർക്ക് വിട്ടുകൊടുക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ ലോക സാമ്പത്തിക ഫോറത്തിനിടെ നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂറ്റുമായി നടത്തിയ നിർണായക ചർച്ചയ്ക്ക് പിന്നാലെ ഗ്രീൻലൻഡിനും ആർട്ടിക് മേഖലയ്ക്കും വേണ്ടി ഒരു ഭാവി കരാറിന്റെ രൂപരേഖ തയ്യാറാക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. ഗ്രീൻലൻഡിന്റെ ചെറിയ ഭാഗങ്ങൾ അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങൾ നിർമ്മിക്കാനായി ഡെൻമാർക്ക് വിട്ടുകൊടുക്കുമെന്നാണ് സൂചനകൾ. അതിനിടെ ഗ്രീൻലൻഡിൽ സാമ്പത്തികമായോ സൈനികമായോ സ്വാധീനമുറപ്പിക്കാൻ റഷ്യയെയും ചൈനയെയും ഒരിക്കലും അനുവദിക്കില്ലെന്ന് ഉറപ്പുവരുത്തുന്നതിനായി ഡെൻമാർക്ക്, ഗ്രീൻലൻഡ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവർ തമ്മിലുള്ള ചർച്ചകൾ മുന്നോട്ടു പോകുമെന്ന് നാറ്റോ പ്രസ്താവനയിൽ അറിയിച്ചു. ബുധനാഴ്ച ഫോക്സ് ന്യൂസിന്റെ സ്പെഷ്യൽ റിപ്പോർട്ടിൽ ബ്രൈറ്റ് ബെയറിനോട് സംസാരിക്കവേ ട്രംപുമായുള്ള കൂടിക്കാഴ്ചകളിൽ ഈ പ്രദേശത്തിന്മേലുള്ള ഡെൻമാർക്കിന്റെ പരമാധികാരത്തെക്കുറിച്ച് സംസാരിച്ചിട്ടില്ലെന്ന് മാർക്ക് റൂയിറ്റ് വ്യക്തമാക്കി. ഗ്രീൻലൻഡിനെ സംരക്ഷിക്കുക മാത്രമല്ല, ആർട്ടിക് മേഖലയെ പൂർണ്ണമായും സംരക്ഷിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും മാർക്ക് റൂയിറ്റ് പറഞ്ഞു. ആർട്ടിക് സംരക്ഷണത്തിനായി കരയിലും കടലിലും വായുവിലും ആവശ്യമായ സജ്ജീകരണങ്ങൾ നാറ്റോ ആഗ്രഹിക്കുന്നുണ്ടെന്നും എന്നാൽ അവിടെ എത്താൻ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും നാറ്റോ സെക്രട്ടറി ജനറൽ സമ്മതിച്ചു. ഗ്രീൻലൻഡിന്റെ ചില ചെറിയ ഭാഗങ്ങൾ അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങൾ നിർമ്മിക്കാനായി ഡെൻമാർക്ക് വിട്ടുകൊടുക്കുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് നാറ്റോയിലെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ ചർച്ച ചെയ്തതിനു പിന്നാലെയാണ് ഈ പ്രഖ്യാപനമുണ്ടായതെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. സൈപ്രസിലെ ബ്രിട്ടീഷ് സൈനിക താവളങ്ങളുടെ മാതൃകയിലാണ് ഈ ക്രമീകരണമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ സൂചിപ്പിച്ചു. ഇവ പരമാധികാരമുള്ള ബ്രിട്ടീഷ് ഭൂപ്രദേശങ്ങളായാണ് കണക്കാക്കപ്പെടുന്നത്. കരാറിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ട്രംപ് വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും തന്റെ ഗോൾഡൻ ഡോം മിസൈൽ പ്രതിരോധ സംവിധാനം നിർമ്മിക്കുന്നതിനും ഖനനാവകാശങ്ങൾ പങ്കിടുന്നതിനും നാറ്റോ അമേരിക്കയുമായി സഹകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അവർ ഗോൾഡൻ ഡോം പദ്ധതിയുടെയും ഖനനാവകാശങ്ങളുടെയും ഭാഗമാകും, അതുപോലെ തന്നെ ഞങ്ങളും എന്ന് CNBCയോട് ട്രംപ് വ്യക്തമാക്കി. ഗോൾഡൻ ഡോമും ധാതുസമ്പത്തും വെറുമൊരു ഭൂമി കൈമാറ്റത്തിനപ്പുറം ആഗോള സുരക്ഷാ സാമ്പത്തിക താൽപര്യങ്ങളാണ് ഈ കരാറിന്റെ കാതൽ. ഉത്തര അമേരിക്കയെ ബാലിസ്റ്റിക് മിസൈലുകളിൽ നിന്ന് സംരക്ഷിക്കാനുള്ള ട്രംപിന്റെ ഗോൾഡൻ ഡോം മിസൈൽ പ്രതിരോധ പദ്ധതിയുടെ പ്രധാന കേന്ദ്രമായ ഗ്രീൻലൻഡിനെ മാറ്റുകയാണ് അമേരിക്കയുടെ ലക്ഷ്യം. കൂടാതെ ഗ്രീൻലൻഡിലെ അപൂർവ ധാതുക്കളുടെയും എണ്ണയുടെയും ഖനനാവകാശത്തിൽ നാറ്റോ രാജ്യങ്ങളെയും പങ്കാളികളാക്കും. ഡെൻമാർക്കിന്റെ പരമാധികാരത്തെ ബാധിക്കാത്ത രീതിയിൽ സൈപ്രസിലെ ബ്രിട്ടീഷ് സൈനിക താവളങ്ങളുടെ മാതൃകയിൽ ഗ്രീൻലൻഡിന്റെ ചില ഭാഗങ്ങൾ അമേരിക്കൻ സൈനിക നിയന്ത്രണത്തിലാക്കാനാണ് ചർച്ചകൾ നടക്കുന്നത്. ഗ്രീൻലൻഡ് പിടിച്ചെടുക്കാൻ താൻ ബലം പ്രയോഗിക്കില്ലെന്നും എന്നാൽ ലോകത്തിന്റെ സുരക്ഷയ്ക്കായി ആ പ്രദേശം തങ്ങൾക്ക് ആവശ്യമാണെന്നും ട്രംപ് ദാവോസിൽ പറഞ്ഞു. വൈസ് പ്രസിഡന്റ് JD വാൻസ്, വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ കരാറിന്റെ ബാക്കി ചർച്ചകൾക്ക് നേതൃത്വം നൽകും. ഈ നയതന്ത്ര നീക്കം ആഗോള വിപണിയിലും പ്രതിഫലിച്ചു. ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ അമേരിക്കൻ ഓഹരി വിപണിയിൽ വൻ മുന്നേറ്റമുണ്ടായി. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കൈന ന്യൂസ്.